നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ മാത്സിലെ 1ാമത്തെ ചാപ്റ്ററിലെ 3ാമത്തെ ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ: ഒരു ഭിന്നസംഖ്യയുടെ അംശത്തോട് 1 കൂട്ടി ലഘൂകരിച്ചപ്പോൾ 2/1 കിട്ടി. ഛേദത്തോട് 1 കൂട്ടി ലഘൂകരിച്ചപ്പോൾ 3/1 കിട്ടി. ഭിന്നസംഖ്യ ഏതാണ്? ഇംഗ്ലീഷിൽ when 1 is added to numerator of a fraction it becomes 1/2, and when 1 is added to denominator of a fraction it becomes 1/3. What is the fraction? ആൻസർ ഇങ്ങനെയാണ്: ഭിന്നസംഖ്യ സമം എക്സ് ബൈ വൈ. ഫ്രാക്ഷനെ നമ്മൾ എക്സ് ബൈ വൈ ആയിട്ട് എടുത്തു. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? വെൻ 1 ഈസ് ആഡഡ് ടു ന്യൂമറേറ്റർ, അംശത്തോട് 1 കൂട്ടി, എന്നിട്ട് ലഘൂകരിച്ചപ്പോൾ എത്ര കിട്ടി? 2/1 കിട്ടി. ഇനി ഛേദത്തോട് ഈ ക്വസ്റ്റിൻ്റെ ബാക്കി ഇവിടെ നമ്മൾ ബൈ വൈ ബൈ 2 ഇങ്ങനെ ഒരു രണ്ടെണ്ണം കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ നോർമലി ബൈ വൈ ബൈ 2 അതായത് ഒരു ഇക്വേഷൻ അഥവാ സമവാക്യം എഴുതുമ്പോൾ ബൈ 2 അല്ലെങ്കിൽ ബൈ ഡിനോമിനേറ്റർ വരാതെ നോക്കണം. അപ്പോൾ നമുക്കിതിനെന്ത് ചെയ്യാൻ പറ്റും? ത്രികോണം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ കൊണ്ടുപോയി എന്ത് ചെയ്യണം? ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് എക്സ് പ്ലസ് 1 ഇൻറ്റു 2, ഈ 2വിനെ എപ്പോഴും ഉണ്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ ആരുണ്ട്? റൈറ്റ് ഹാൻഡ് സൈഡിൽ 1 ഉണ്ട്. 1 ഇൻറ്റു വൈ ഇങ്ങനെ കിട്ടി. ഇവിടെ എന്താ എക്സ് പ്ലസ് 1 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്? ഡബിൾ ഓഫ് എക്സ് പ്ലസ് 1. എക്സ് പ്ലസ് 1 ഇൻറ്റു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ഓഫ് എക്സ് പ്ലസ് 1. അപ്പോൾ ആരുടെയൊക്കെ ഡബിൾ എടുക്കണം? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എക്സിൻ്റെ ഡബിൾ 2x പ്ലസ് 1ൻ്റെ ഡബിൾ 2 ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു വൈ. 1 ഇൻറ്റു വൈ എന്ത് തന്നെയാണ്? വൈ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ ഇതായിട്ട് എഴുതാം. അത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ ഫസ്റ്റ് ഇക്വേഷനായിട്ട് എടുത്തു. രണ്ടാമത് എന്താ പറഞ്ഞിരിക്കുന്നത്? അതേ ഭിന്നസംഖ്യയുടെ ഛേദത്തോട് 1 കൂട്ടി ലഘൂകരിച്ചപ്പോൾ അതാരായി? 3/1. അപ്പോൾ ഛേദത്തോട് നമ്മൾ 1 കൂട്ടി ലഘൂകരിച്ചപ്പോൾ 3/1. ഇവിടെയും എന്ത് പ്രൊസീജിയർ കൊണ്ടുവരിക? ഛേദം നമുക്കിവിടെ വേണ്ട. അതായത് ബൈ 3ഉം വൈ പ്ലസ് 1ഉം നമ്മൾ ഛേദത്തിൽ വരാതെ തന്നെ അംശത്തിലോട്ട് കൊണ്ടുപോകുക. അതായത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ. അപ്പോൾ എക്സ് ഇൻറ്റു 3, ഈ 3നെ ഇപ്പുറം കൊണ്ടുവന്നു, ഈസ് ഈക്വൽ ടു വൈ പ്ലസ് 1 ഇൻറ്റു വൈ പ്ലസ് 1 ആരുടെ അടുത്തോട്ട് പോയി? 1ൻ്റെ അടുത്തോട്ട് പോയി, ഇൻറ്റു 1. ഇവിടെ എക്സ് ഇൻറ്റു 3 എന്താണ്? 3x. വൈ പ്ലസ് 1 ഇൻറ്റു 1 എന്താണ്? വൈ പ്ലസ് 1 തന്നെയാണ്. ഇത് നമുക്ക് രണ്ടാമത്തെ ഇക്വേഷനായിട്ട് എടുക്കാം. ഇനി ഈ രണ്ട് ഇക്വേഷനൂടെ കമ്പൈൻ ചെയ്ത് നോക്കണം. ഇത് തമ്മിലുള്ള എന്താണ് അത് തമ്മിലുള്ള സാമ്യത? ഇതിലും ഒരു വൈ ഉണ്ട്, ഇതിലും ഒരു വൈ ഉണ്ട്. എക്സിൻ്റെ കാര്യത്തിൽ ആ ഒരു സാമ്യത നമുക്ക് കിട്ടുമോ? ഇല്ല. കാര്യം എന്താ? ഇവിടെ 2x-ഉം ഇവിടെ 3x-ഉമാണ്. സോ നമുക്ക് വൈ എടുക്കുന്നതായിരിക്കും ഇവിടെ എളുപ്പം. അപ്പോൾ സെക്കൻഡ് ഇക്വേഷനിൽ നമുക്ക് വൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ വൈയുടെ വാല്യൂ 2x പ്ലസ് 2 ആണെന്ന് തന്നിട്ടുണ്ട്. സെക്കൻഡ് ഇക്വേഷനിൽ വൈയുടെ വാല്യൂ അതുപോലെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. 3x ഈസ് ഈക്വൽ ടു വൈക്ക് പകരം നമ്മളിന്നിവിടെ കണ്ടുപിടിച്ച വാല്യൂ എത്രയാണ്? 2x പ്ലസ് 2. 2x പ്ലസ് 2 നമ്മളിവിടെ ഇട്ട് കൊടുക്കുക. വൈക്ക് പകരം 2x പ്ലസ് 2. ഇനി ആരുണ്ട്? 1 ഉണ്ട്. ഇവിടെ ഈ 1. ഇതെന്താണ്? 2x പ്ലസ് 2 വൈയുടെ വാല്യൂ ആണ്. നമ്മൾ തൊട്ട് മുന്നേ കണ്ടുപിടിച്ച ഫസ്റ്റ് ഇക്വേഷൻ. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ എന്തുണ്ട്? 3x ഉണ്ട്. ഇവിടെ 2x പ്ലസ് 2 പ്ലസ് 1. അവിടെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന എന്താ? 3x ഈസ് ഈക്വൽ ടു 2x പ്ലസ് 2 പ്ലസ് 1. 2 പ്ലസ് 1 സിമ്പിളായിട്ട് നമുക്ക് എഴുതാം 3. ഓക്കെ. അപ്പോൾ 3x എന്ന് പറയുന്നത് 2xൻ്റെ കൂടെ 3 കൂട്ടുന്നതാണ് എന്നാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി 3 കൂട്ടിയില്ലായിരുന്നെങ്കിൽ അത് എത്ര എക്സ് ആയനെ?
ഈ 3 ഇവിടെ കൂട്ടിയില്ലായിരുന്നെങ്കിൽ എത്ര എക്സ് ആയിരുന്നേ? 2x തന്നെയായിരുന്നേ. അപ്പോൾ നമുക്ക് നോക്കാം കൂട്ടിയില്ലായിരുന്നെങ്കിലുള്ള അവസ്ഥ. അതായത് 3x എന്ന് പറയുന്നത് എന്താണ്? 2x + 3 ആണ്. ഈ 2xനെ നമ്മൾ എന്ത് ചെയ്യുന്നു? എന്ന് എഴുതാം. 2x മാത്രമാണെങ്കിലോ 2x ഇവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് 2x മാറിയാൽ പിന്നെ ബാക്കിയുണ്ട് എക്സ് ഉണ്ട് അല്ലേ? അപ്പോൾ ആ എക്സ് ആണ് ആര്? 3 എന്ന് നമുക്ക് കിട്ടും. ഇനി എൻ്റെ മാക്സ് ഒന്ന് നോക്കാം. 3x ഇവിടെ 2x. സോ ഇവിടെ നിന്ന് റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് 2xനെ കൊണ്ടുവരിക. 2xൻ്റെ സൈൻ പ്ലസ് ആണ് റൈറ്റ് ഹാൻഡ് സൈഡിൽ. സോ ഇവിടെ കൊണ്ടുവരുമ്പോൾ മൈനസ് ചെയ്യുക. ഓക്കെ, ഈസ് ഈക്വൽ ടു 3. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്താണ്? 3x നിന്ന് 2x കുറച്ചപ്പോൾ 3. 3x നിന്ന് 2x കുറച്ചാൽ എത്രയാണ്? 3x 2x പോയാൽ എത്രയാണ്? വെറും 1x. 1x ആണ്. അപ്പോൾ എന്ത്? 3. 1xൻ്റെ വില 3 ആണെങ്കിൽ വൈയുടെ വില എത്രയായിരിക്കും? നമ്മൾ തൊട്ട് മുന്നേ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് വൈയുടെ വാല്യൂ. ഫസ്റ്റ് ഇക്വേഷൻ y ഈസ് ഈക്വൽ ടു 2x + 2. Therefore y is equal to 2x + 2. That is 2 into xൻ്റെ വാല്യൂ എത്രയാണ്? 3. 2 into 3 + 2. That is എന്താണ്? 2 into 3 6. 6 + 2 is equal to 8. അപ്പോൾ ഫ്രാക്ഷൻ അഥവാ ഭിന്നസംഖ്യ എന്താണ്? 3/8. ഭിന്നസംഖ്യ x/y is equal to 3/8 അല്ലേ? 3/8. ഇതാണ് നമ്മുടെ ആൻസർ.